ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പൂജകളുടെ മറവിലും വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തൽ. ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ അറിവോടെ കഴിഞ്ഞ 10 വർഷമായി തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് വ്യക്തമായത്. മുൻപ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്തെത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിൽ കോടികളുടെ കൊള്ളയാണ് നടന്നത്. ചില ഓഫീസർമാരാണ് ഇതിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ ഉദ്യോഗസ്ഥർ വൻ കൊള്ള നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ മുറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്ക് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ തുക വ്യാജമായി എഴുതിയെടുക്കുകയുമായിരുന്നു. 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിനും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തിട്ടുണ്ട്. വിവാദമായ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഈ കൊള്ള തുടർന്നു. തട്ടിപ്പിന്റെ കൃത്യമായ ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.